ഇത് ഏമ്പക്കമാണ്. ആദിശബ്ദമായ ഏംകാരം. മനുഷ്യനുണ്ടായിട്ട് ആദ്യം ഭക്ഷണം കഴിച്ചിട്ടുണ്ടായ ശബ്ദമാണ്. ഇതിൽ നിന്നാണ് മനുഷ്യൻ തിരിച്ചറിഞ്ഞത് ശബ്ദങ്ങൾ പുറത്തേക്ക് വരും വായിലൂടെ. അവിടെ നിന്നാണ് ശബ്ദങ്ങളും അക്ഷരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അപ്പം സൂര്യനിൽ നിന്നുണ്ടാകുന്നത് ഏംകാരമാണെന്നും ഒക്കെ ഒരു പഠനം നടന്നിട്ടുണ്ട്. അത് നാസയല്ല നാസ വേറെന്തോ ആണ്. നാസയുടെ അടുത്ത് വേറൊരു കമ്പനി ഉണ്ട് തൊട്ടപ്പുറത്തെ ബിൽഡിങ്ങിൽ. അവരാണിത് കണ്ടുപിടിച്ചത് ഏംകാരമാണെന്നുള്ളത്. എല്ലാവരും ഇനി നമുക്ക് ഡിംഗ പ്രാർത്ഥനയാണ് അടുത്തത്. അപ്പോൾ അതിനുള്ള വന്ദനം മൂഷികനെ ഉള്ളിലെന്നും മാളം പണിയുവോനെ, സന്തതം നിൻ തിരുദന്തങ്ങളാൽ എൻ്റെ ഉള്ളം നീ കാർന്നുവല്ലോ. നാളെ പുലരുവോളം നീ മാളത്തിൽ വാസം ചെയ്യേണ്ടതിനാൽ മോദമുള്ളാശപൂർവം നിന്നാമത്തിൽ ഡിങ്കായനം രചിക്കാം. എന്നുളിപ്പല്ലുകളാൽ മലകളെ മുറ്റും തുരന്നിടുവാൻ നിന്നാമം ഒന്നു മതി, ഡിങ്കൻ എന്ന നാമത്തിൽ ആശ്രയിക്കാം. ഡിങ്ക ഡിങ്ക. അത് ശരിക്ക് പറയേണ്ടത് ഡിങ്ക ഡിങ്ക എന്നാണ്. നമുക്ക് ഉൽപ്പത്തി ശാസ്ത്രത്തിലേക്ക് പോവാം. ആദിയിൽ വനജയുണ്ടായി. വനജ ദൈവം തന്നെയായിരുന്നു. വനജയുമായി മിണ്ടിയും പറഞ്ഞും ഇരിക്കാൻ ദൈവം ലിപികളും അക്ഷരങ്ങളും ഉണ്ടാക്കി. ഒടുവിൽ വനജയ്ക്ക് കല്യാണപ്രായമായപ്പോൾ കെട്ടിച്ചു കൊടുക്കാൻ ഒരാളില്ലാതെ ദൈവം നട്ടം തിരിഞ്ഞു. ഒടുവിൽ ദൈവം പറഞ്ഞു, അളിയനുണ്ടാവട്ടെ. അപ്പോൾ ഡിങ്കനുണ്ടായി. ഇതാണ് ഉൽപ്പത്തി. അടുത്തതായിട്ട് പങ്കില യുണൈറ്റഡ് തിയോളജിക്കൽ സെമിനാരി വിദ്യാർത്ഥിയായ ആശിഷ് ഡിങ്കൻ അവതരിപ്പിക്കുന്ന ഒരു ഡിങ്ക പ്രഭാഷണവും രോഗശാന്തി ശുശ്രൂഷയും എന്ന് പറഞ്ഞൊരു പരിപാടിയാണ്. അതിന് ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. വീണ്ടും വരുന്നവനായ ഡിങ്കന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. എന്നീ പ്രഭാതത്തിൽ നിങ്ങളോടൊപ്പം എത്തിച്ചേരുവാൻ ഡിങ്കൻ നൽകിയ കൃപയോർത്ത് ഞാൻ നന്ദി പറയുന്നു. അതെ, പറയുന്ന ജനത്തിന്റെ വാക്കുകളെ കേൾക്കുവാൻ തന്റെ കാതുകൾ മൂടിപ്പെടാത്ത ഒരു ദൈവമത്രേ ഡിങ്കൻ. മിട്ടുമോയിൽ എഴുതിയ ലേഖനം അതിന്റെ 17-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, മകനെ, നിന്റെ ദുഃഖങ്ങൾ കേൾക്കാതിരിക്കുവാൻ എന്റെ കർണങ്ങൾ മൂടപ്പെട്ടിട്ടില്ല. മകനെ, നിന്റെ ആഗ്രഹങ്ങൾ എന്ത് എന്ന് ഞാൻ കാണുന്നു, കാരണം എൻ്റെ കണ്ണുകൾ അടഞ്ഞിട്ടില്ല. റോയൽ സൊസൈറ്റിയുടെ ജേണൽ ആയിക്കോട്ടെ, അതിലെല്ലാം നിങ്ങൾക്ക് വളരെ സ്പെസിഫിക് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെന്റ് കാണാം. The role played by the rodents in the human evolution cannot be neglected. The role played by the rodents in the human evolution cannot be neglected. എൻ്റെ പറഞ്ഞ അർത്ഥം എന്തുവാണ്? എലികൾ, മൂഷിക. റോഡൻസ് എന്ന് പറഞ്ഞാൽ ആരാ? കരണ്ടിൽ നിന്ന് ജീവിക്കുന്ന ജീവികൾ. അത് എലികളാണ്. അവർ മനുഷ്യ പരിണാമത്തിൽ നടത്തിയിരിക്കുന്ന, അതിന് കാരണഭൂതമായി തീർന്നിരിക്കുന്ന കാര്യത്തെ ഒരു ശാസ്ത്രത്തിനും ഒരു ശാസ്ത്ര ജേണലുകൾക്ക് തള്ളി പറയുവാൻ പറ്റുന്നതല്ല മക്കളെ. നീ കാണുന്നില്ലേ അവളെ, ആ കുട്ടിയെ? അവൾ 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 ഇന്ന് വിഷമതയാ. മകളെ ഇങ്ങോട്ട് വരൂ. അവളുടെ മുഖത്തൊരു രോഗം, ഒരു മ്ലാനത. എന്നോട് ഡിങ്കൻ പറയുന്നു, ഇവൾ അതിമാരകമായ രോഗത്തിന് അടിമയാണ്. അവളുടെ മുഖം കണ്ടോ മകളെ? എന്താണ് നിന്നെ വലട്ടുന്ന മരണസന്ധ്യയായ രോഗം? എനിക്ക് AC ഓഫ് ചെയ്യുമ്പോൾ ചൂടെടുക്കും, ഫാൻ ഓഫ് ചെയ്യുമ്പോൾ കൂടുതൽ ചൂടെടുക്കും. ഉഷ്ണം, വളരെ ഉഷ്ണമാണ്.
അയ്യോ, ആ മാരക രോഗമാണ്. ചൂടെടുക്കുന്നു, ചൂടെടുക്കുന്നു, ശരീരമെല്ലാം പൊള്ളി പൊള്ളി വരുന്നു. കാരണം അവൾക്കൊരു മാരക രോഗത്തെയാണ് ഡിങ്കൻ നൽകിയിരിക്കുന്നത്. എനിക്ക് വിഷമമുണ്ടോ? വിഷമമുണ്ടോ? എന്തിനു വിഷമിക്കുന്നേ? കാരണം ഇന്ന് ഈ പകൽക്കാലം ഈ മധ്യ ഡിങ്ക അത്ഭുതങ്ങൾ നടത്താൻ പോകുകയാ. ഇവിടെ വിഷാദത്തിലോട്ട് തള്ളിവിടുന്ന ഒരു രോഗത്തിന് സൗഖ്യം നൽകാൻ പോകുകയാ. Praise the Dingle! Praise the Dingle! Praise the Dingle! അതെ, നോക്കൂ നോക്കൂ, ഈ സമയത്ത് അവളുടെ അത്യാസനമായ രോഗത്തെ ചൂടെടുക്കുന്നു, ഫാറില്ലെങ്കിൽ ചൂടെടുക്കുന്നു. ഉഷ്ണമെന്ന മഹാവ്യാധിയെ ഇന്നു മാറ്റുന്നു. ഉഷ്ണത്തിന്റെ ബന്ധനങ്ങളെ തകർന്നു പോകട്ടെ. ഈ നിമിഷം ഇവിടെ പ്രവർത്തിക്കുന്ന ഡിങ്കാത്മാവാണ്. ആമേൻ, ആമേൻ. ഈ കപ്പ വാട്ടിയ ജ്യൂസ് നീ കുടിക്കേ. നോക്ക് മുഖത്ത് എങ്ങനെ തോന്നുന്നു? അവളുടെ മുഖത്തൊരു പ്രസന്നത കണ്ടില്ലേ? അവൾ ചിരിക്കുന്നു. പറയൂ മകളെ. ഹിമാലയ സാനുകളിൽ എത്തിപ്പെട്ട പോലെ തോന്നുന്നു. ഈ മകൾ വിഷാദത്തിലായിരുന്നു. അവൾ ആത്മഹത്യയെ പറ്റി വരെ ചിന്തിച്ചു. കാരണം AC ഓഫ് ചെയ്താൽ ചൂടെടുക്കുന്നു. പക്ഷേ ഇത് കപ്പവാട്ടിയ ജ്യൂസ്, ഈ കപ്പവാട്ടിയ ജ്യൂസ്, നിങ്ങൾ വിചാരിക്കും ഈ കപ്പവാട്ടിയ ജ്യൂസ് നൽകിയതുകൊണ്ടാണ് ഇവളുടെ രോഗം മാറിയെന്ന്. അല്ല, പാലയിൽ നിന്ന് വന്ന ആശിഷ് വളർത്തിച്ചുകൊണ്ടാണ് ഇവരുടെ രോഗം മാറിയെന്ന് നീ വിചാരിക്കും. അല്ല, മറിച്ച് ഈ ജനത്തിന്റെ നടുവിൽ വന്നു ചേർന്ന ഡിങ്കാത്മാവിനാലാണ് ഇവളുടെ രോഗം മാറിയത്. അതുപോലെ തന്നെ സമൂസ, താങ്കൾ പറ, നീ ആരാണ്? ഞാൻ 28,312.4 പ്രേതങ്ങൾ. എനിക്ക് പ്രേതമാകണം. നിന്നോട് ശബ്ദിക്കരുത്. നീ നിങ്ങളോട് പറയുന്നു, നിന്റെ ഡിങ്കാത്മാവ് പറയുന്നു, ഇന്ന് പറയുന്നു, ഇവന്റെ ശരീരത്തിൽ കയറിയിരിക്കുന്ന 21,830 ആത്മാക്കളെ, 75,830 ആത്മാക്കളെ ഇവിടെ സൗഖ്യമാക്കുന്നു. ഡിങ്കൻ, ആമേൻ, ആമേൻ. ഡിങ്കൻ, holy God, Quasi-Credonos, holy God, Dinga, amigos of Pangila, Dinga. എന്ത് പറ്റി? അവൻ പറയട്ടെ. നകുലേട്ടാ, ഞാനിപ്പോൾ എന്തിനു പറഞ്ഞോ? നീ ഒന്നും പറഞ്ഞില്ല. 28,380 മിട്ടുമോയലിനെ ബലി നൽകിയപ്പോൾ ഉണ്ടായ ദുരാത്മാക്കൾ ആ മനുഷ്യന്റെ ശരീരത്തിലുണ്ടായിരുന്നു. എവിടെ പോയി? കണ്ടതല്ലേ? പിശാച്. ഡിങ്കനുണ്ട് എങ്കിൽ പിശാചുമുണ്ട്, ഡിങ്കനുണ്ട് എങ്കിൽ കേരകനുമുണ്ട്. ഒരു പോസിറ്റീവ് ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവും ഉണ്ട്. അതാണ് ഡിങ്കോയിസം പറയുന്നത്. പക്ഷേ നെഗറ്റിവിസത്തെ ഉന്മൂലനം ചെയ്യാൻ, എലിമിനേറ്റ് ചെയ്യാൻ പവർഫുള്ളായ ഒരു ഗോളാണ് നമ്മുടെ ഡിങ്കൻ. അതിനെ കരങ്ങളെ എല്ലാം ഒന്ന് കൂട്ടി കെട്ടി, അതെ, അടിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇത്രത്തോളം ജയം തന്ന ഡിങ്കന് സ്തോത്രം. ഇതുവരെ നടത്തിയ ഇങ്ങനെ സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിധം. ഡിങ്ക ഡിങ്ക തങ്കം പോലമ്പരം ചെന്നിണ നിറമണിയും ജട്ടിയും ചേർന്നു നിന്നൻ ചങ്കിൽ കത്തും വിളക്കായി തെളിയണമരുളാൽ പങ്കിലക്കാട്ടിലപ്പാ. ഡിങ്കാ നിൻ പേരു ചൊല്ലിത്തൊഴുതിടുമുടനെ ശങ്ക കൂടാതെ വന്നി വങ്കന്മാർ വീണിടുമ്പോൾ ഹരിഹര ഭഗവൻ നോക്കണേ കാക്കണേ നീ. ഞാനൊരു ഡിങ്കചാരിയാണ്.
സമൂസ ത്രികോണാധ്യായം എന്ന് ഞങ്ങളുടെ ആചാര്യൻ പറഞ്ഞതുപോലെ ഒരു മിതമായി മാത്രം സമാധാനത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന, എന്നാൽ ഡിങ്കൻ്റെ അരുളപ്പാട് പോലെ നിങ്ങൾ പ്രവർത്തിക്കൂ, എഴുന്നേൽക്കൂ. യഥാർത്ഥത്തിൽ ഉപനിഷത്തിൽ പറയുന്ന ഉത്തിഷ്ഠത, ജാഗ്രത, പ്രാപ്യ വരാൻ നിബോധത എന്ന് പറയുന്നത് സത്യത്തിൽ ഡിങ്കോയിസ്റ്റുകൾക്ക് സഹസ്രാബ്ദങ്ങൾക്ക് മുന്നേ തന്നൊരു വെളിപാടാണ്. നിങ്ങൾ ഉണരൂ, പ്രവർത്തിക്കൂ എന്ന്. സത്യത്തിൽ വേറൊരു ദൈവവും ഏതെങ്കിലും മതത്തിൻ്റെ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ നിങ്ങൾ ഉണരൂ, പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞതായിട്ട് നമുക്കറിയില്ല. സദാ പ്രസന്നം പ്രണയാരവിന്ദം പീതാംബരം പങ്കിലകാനനസ്ഥം വിശാല വക്ഷസ്ഥല താരശോഭിതം ഡിംഗം മഹേശം മനസാ സ്മരാമി. 1-ാമത്തെ ശ്ലോകം. ഇത് ഇന്ദ്രവജ്ര എന്ന് പറയുന്ന ഒരു വൃത്തത്തിലാണ് എഴുതപ്പെട്ടിട്ടുള്ളത്. അതായത് സദാ പ്രസന്നം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഏത് ദൈവങ്ങളുടെ ചിത്രമെടുത്താലും സദാ പ്രസന്നമായിരിക്കുന്ന മുഖത്തോടു കൂടിയ ദൈവങ്ങളെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കില്ല. ചിലപ്പോൾ സങ്കടം കൊണ്ട് എൻ്റെ പിതാവിനെ നോക്കി കേഴുന്നൊരു ദൈവത്തെ ആയിരിക്കാം. ചിലപ്പോൾ വാളും ചിലങ്കയും എടുത്തുകൊണ്ട്, ചിലമ്പും എടുത്തുകൊണ്ട്, സർവ്വ ആയുധങ്ങളും എന്തി പ്രഹരിക്കാൻ തയ്യാറായി നിൽക്കുന്നൊരു ദേവനെ ആയിരിക്കാം. പക്ഷേ അസമത്വങ്ങൾക്കെതിരെ പ്രതികരിക്കാൻ പറയുമ്പോഴും തൻ്റെ ഭക്തന്മാർക്ക് നേരെ സദാ പ്രസന്നനായിരിക്കുന്നൊരു ദൈവം, അതാണ് യഥാർത്ഥ ഡിങ്കൻ. പ്രണയാരവിന്ദനാണ് ഡിങ്കൻ. നമുക്ക് പലപ്പോഴും കാണാൻ പറ്റും, ദൈവങ്ങൾ പലപ്പോഴും പ്രണയിക്കുന്നത് കാണാൻ പറ്റും. ദൈവങ്ങൾ പ്രണയിക്കുന്നുണ്ടാവും. ചിലപ്പോൾ നമുക്കൊന്നും സങ്കല്പിക്കാൻ പറ്റാത്ത അത്ര ആളുകളുമായി രാസക്രീഡ നടത്തുന്ന ദൈവങ്ങളുണ്ടാവും. പക്ഷെ ഒരിക്കലും തൻ്റെ ഭക്തന്മാരോട് പ്രണയിക്കാൻ അനുവാദം നൽകുന്നൊരു ദൈവം ലോകത്തിൽ എവിടെയുമില്ല. അതുകൊണ്ടാണ് ഡിങ്കോയിസ്റ്റ് ആചാര്യന്മാർ നമ്മളോട് പറയുന്നത്, ഡിങ്കാലയം എന്ന് പറയുന്നത് ഒരു വലിയ പൂന്തോട്ടമായിരിക്കും. അവിടെ നമ്മളിങ്ങനെ ബെഞ്ചുകൾ നിരത്തിയിടും, പ്രണയ ജോഡികൾ വന്നിരിക്കും, ചിലപ്പോൾ 2 മണിക്കൂർ പഞ്ചാര വഴിപാട് നടത്തും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ചിലപ്പോൾ ചുംബന വഴിപാടായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വിഭാവനം ചെയ്യുന്ന ഡിങ്കോയിസ്റ്റ് ആചാര്യന്മാരുടെ അത് പ്രണയാരവിന്ദനായിട്ടുള്ള ഡിങ്കന് മാത്രം സാധിക്കുന്നൊരു കാര്യമാണ്. ലോകത്തിലൊരു മതവും നിങ്ങൾക്ക് അത്തരത്തിൽ പ്രണയിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം നൽകില്ല. പീതാംബരം പങ്കില കാനനസ്ഥം, പീതാംബരനായിട്ടുള്ള മഞ്ഞ നിറത്തിലുള്ള വസ്ത്രം ധരിച്ചവനും പങ്കില കാനനസ്ഥം. ഞാൻ നേരത്തെ പറഞ്ഞു പങ്കില. എന്താണ് പങ്കില? ഡിങ്കാഷ്ടകം. കപ്പമുരാരി സുരാർച്ചിതഡിംഗം കേരകമർദിതശോഭിതഡിംഗം സുന്ദരി ദുഃഖവിനാശകഡിംഗം തത്പ്രണമാമി സദാ ചിരിഡിംഗം. ഞാൻ പറ്റുന്ന രീതിയിൽ, എനിക്കറിയാവുന്ന രീതിയിൽ മാത്രം 1-2 വരികൾ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കാം. കപ്പ മുരാരി സുരാർച്ചിത ഡിംഗം, അറിയാലോ, ഡിങ്കൻ കപ്പ ഇഷ്ടപ്പെടുന്ന ആളാണ്. കേരകമർദിത ശോഭിത, കേരകനെ കൊന്നുകൊണ്ട് ശോഭയാർജിച്ച ഒരു മഹത്, ആ ഒരു ദൈവികമായ സാന്നിധ്യം അറിയിച്ച ആളാണ് ഡിങ്കൻ. അതുപോലെ സുന്ദരി മാനിൻ്റെ ആ ഒരു ദുഃഖം, വഴിതെറ്റിപ്പോയപ്പോൾ ഡിങ്ക എന്ന് വിളിച്ച ആ സമയം തന്നെ ഡിങ്കൻ പാഞ്ഞെത്തുകയും, നമ്മുടെ ആചാര്യൻ പറഞ്ഞിട്ടുണ്ടാവും, വിളിച്ചാൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു ദൈവമാണ് ഡിങ്കൻ, സർവ്വവ്യാപി അല്ല. വിളിച്ചാൽ മാത്രമേ ഡിങ്കൻ വരികയുള്ളൂ. കാരണം സർവ്വവ്യാപി ആയാൽ അത് ആളുകളുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണ്, അതൊരു സദാചാര പോലീസ് പോലെയാണ്. അതേസമയം ഡിങ്കൻ അങ്ങനെയല്ല, ഡിങ്കൻ വിളിച്ചാൽ മാത്രമേ വരികയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് ഡിങ്കോയിസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളൊരു മതേതര രാജ്യമാണ്. പക്ഷേ ഈ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മതങ്ങൾക്കുള്ളത്ര സൗകര്യങ്ങൾ അല്ലെങ്കിൽ മതങ്ങൾക്കുള്ളത്ര പ്രിവിലേജസ് ശാസ്ത്രത്തിനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പരിപാടിക്ക് ഇവിടെ ഉണ്ടോ എന്നുള്ളത് സംശയമാണ്. അപ്പോൾ ഈ പറയുന്ന മറ്റ് മതങ്ങൾക്കുണ്ടാവുന്ന എല്ലാ സൗകര്യങ്ങളും, മറ്റു മതങ്ങൾക്കുണ്ടാവുന്ന എന്തൊക്കെ പ്രിവിലേജസ് ഉണ്ടോ ഈ സമൂഹത്തിൽ, ഇതെല്ലാം ഡിങ്കോയിസത്തിനും ആവശ്യമുണ്ട്, ഇതെല്ലാം ഡിങ്കോയിസത്തിനും അർഹതയുണ്ട്.